കുടുങ്ങിക്കിടക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടുകാരന്റെ പിതാവ് നമ്മുടെ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. രഞ്ജിത്ത, ശ്രീ രഞ്ജിത്ത, മകനുമായി ഈ കുട്ടികൾ സംസാരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നോ, അറിയാമോ? ഞാൻ ആക്ച്വലായിട്ട് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവര് 28 സ്റ്റുഡൻസ്, അതില് 13 പേര് ബാംഗ്ലൂരിൽ നിന്നും 12 പേര് കൊച്ചിയിൽ നിന്നും പിന്നെ 2 യൂണിവേഴ്സിറ്റി സ്റ്റാഫും, ഇത്രയും പേര് എയർപോർട്ടിൽ ഇപ്പം ഏകദേശം 2 ദിവസമായിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡോ അല്ലെങ്കിൽ ഒരു എയർ അറേബ്യയുടെ ഒഫീഷ്യലിന്റെ അടുത്തുനിന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ ഒന്നും കിട്ടിയിട്ടില്ല. കുട്ടികളെല്ലാം വളരെ ഇതായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്നത്തേക്ക് പോകാൻ കഴിയുമെന്നുള്ള കാര്യമൊന്നും അവർക്ക് ഇപ്പോഴും അറിയില്ല അല്ലേ? ഇപ്പോഴും അത് വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇവർ ഈ കുട്ടികൾ അധികൃതരുമായി സംസാരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നോ? അധികൃതരുമായി സംസാരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ടീച്ചർ എയർ അറേബ്യയുടെ മാനേജറുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ എന്താ ഒരു വ്യക്തമായിട്ടുള്ള റിപ്ലൈ ഇതുവരെയ്ക്കും അവർക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ രഞ്ജിത്ത് പ്രതികരിച്ചതിന്. ഷിനോജ് ഷംസുദ്ദീൻ തുടരുന്നുണ്ട്. ഷിനോജ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ തന്നെയാണ് ആ കുട്ടികളും അതുപോലെ തന്നെ സ്റ്റാഫും എല്ലാം തന്നെ കടന്നു പോകുന്നത്. ഈ എയർ അറേബ്യ അധികൃതർ എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത്? അവരുടെ ഭാഗത്തുനിന്ന് ഒരിടപെടലും ഉണ്ടാകുന്നില്ല എന്നാണോ? ഒരു ഔദ്യോഗികമായ വിശദീകരണം ഒന്നും തന്നെ എയർ അറേബ്യ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ബന്ധപ്പെടാൻ ശ്രമിച്ചവരോട് മാധ്യമങ്ങളോട് തൽക്കാലം സംസാരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ പോലും മറ്റൊരു രാജ്യത്തേക്ക് യാത്ര തരപ്പെടുത്തി തരാം, അതും മുഴുവനായും കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയില്ല. 28 പേരിൽ 20 പേരെ മാത്രമേ അൽമാട്ടി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് എയർ അറേബ്യ അറിയിച്ചിട്ടുള്ളത്. ഇവർക്ക് പോകേണ്ടത് ബിഷ്കേക്ക് എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ ആണ്. അവിടെ നിന്നാണ് അവർക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകേണ്ടത്. ആദ്യ വർഷ പ്രവേശനത്തിനായി പുറപ്പെട്ട വിദ്യാർത്ഥികളാണ്. അവരുടെ ആദ്യ യാത്ര തന്നെ ഇത്ര ദുരിതത്തിലായതിൻ്റെ ദുഃഖം കൂടി ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കുവെക്കുന്നുണ്ട്. അമൃത. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.